ഡിയർ കസ്റ്റമേഴ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വാട്സപ്പ് CRMൽ നമുക്ക് ഗ്രൂപ്പുകളിലേക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പുകളിലേക്കൊക്കെ ബൾക്കായിട്ട് നമ്മൾ നോർമലായിട്ട് ബൾക്കായിട്ട് പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്ന പോലെ ഗ്രൂപ്പുകളിലേക്ക് ബൾക്കായിട്ട് ഒരു 100 ഗ്രൂപ്പ് 50 ഗ്രൂപ്പ് ഒന്നിച്ച് ബൾക്കായിട്ട് ആ ഗ്രൂപ്പുകളിലേക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയം ഇപ്പോൾ നമുക്കൊരു 100 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ 100 ഗ്രൂപ്പും ഓരോ തവണയും സെലക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത്. നമ്മൾ ആവശ്യമുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ഇതേപോലെ ലേബലുകളാക്കുക. അപ്പോൾ ഇതാ ലേബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഗ്രൂപ്പ്സ്, ഞാൻ കുറച്ച് ഗ്രൂപ്പ്സിനെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് ടെസ്റ്റ് 1 2 3. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലേബൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതിലുള്ള 3 ഗ്രൂപ്പ്സ്, നമ്മളെ തന്നെ ടെസ്റ്റിൻ്റെ 3 ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. മൈ ഗ്രൂപ്പ്സ് പറഞ്ഞിട്ട് ഞാനൊരു ലേബൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലേബൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകൾ മൊത്തം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഓരോ സമയം ആ ഗ്രൂപ്പ് ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പിലേക്ക് ബൾക്കായിട്ട് സെൻഡ്, ഇനിയിപ്പോൾ ഒരു 100 ഗ്രൂപ്പോ 50 ഗ്രൂപ്പൊക്കെ ഒന്നിച്ച് ആ ലേബലിൽ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബൾക്കായിട്ട് സെൻഡ് എന്ന് കൊടുക്കുമ്പോൾ, ബൾക്ക് ബ്രോഡ്കാസ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ലേബൽ എന്ന് കൊടുക്കുക. ഓക്കെ, ലേബലിന് കൊടുത്തിട്ട് സെലക്ട് ലേബൽ, അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ ആ 3 ഗ്രൂപ്പുള്ള ലേബൽ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതാ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കണ്ടന്റ് ഹൈ ടെസ്റ്റ് എന്ന് കൊടുത്തു. നമ്മൾ ഓൾറെഡി ഹൈ ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമുക്ക് കണ്ടന്റ് മാറ്റാം. ഹൈ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, നമ്മളൊരു ഇമോജി ഓൾറെഡി ഹൈ ടെസ്റ്റ് ചെയ്യാൻ നമ്മളൊരു ഇത് അയച്ചതാ. ഹൈ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, സെക്കൻഡ് കൊടുത്തു, സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ മെസ്സേജ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ പോകുന്ന സമയത്ത് തന്നെ മിനിമൈസ് ചെയ്തു. നമുക്കിതാ നമ്മുടെ ഇവിടെ സെൻഡ് ആവുന്നതും കാണാൻ പറ്റും. ഓക്കെ, ഈ ഹൈ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി അയച്ചതാണ്. ഇവിടെ അതിന് ശേഷം ഹൈ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, വേറെ മെസ്സേജ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ബൾക്ക് അടുത്ത മെസ്സേജും പോയി. ഗ്രൂപ്പിലേക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഓരോ തവണയും ഇങ്ങനെ ഗ്രൂപ്പുകൾ ബൾക്കായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം മാനുവലായിട്ട് ഓരോ തവണയും ഇവിടെ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒറ്റ ക്ലിക്കിൽ ആ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ച ഗ്രൂപ്പുകൾ ലേബലിൽ ഓരോ ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്ത് ഒരു 100 50 ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതേപോലെ ബൾക്കായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ലേബൽ ആഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്ന സിസ്റ്റം. ഓക്കെ.